നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബുധൻ അഥവാ മെർക്കുറി എന്ന വേദിക് അസ്ട്രോളജിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന, കലികാലത്തിൽ ഏറ്റവുമധികം പ്രസക്തിയുള്ള ഒരു ഗ്രഹം എന്ന് വിശ്വസിക്കുന്ന ബുധനെ കുറിച്ചാണ്. ബുധന് ഈ യുവരാജാവ് എന്ന ഒരു വിശേഷണം കൂടി കൊടുക്കുന്നുണ്ട്. കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും രണ്ട് ഭാഗത്തായിട്ടാണ് ഈ ബുധൻ നിൽക്കുന്നത്. നമ്മുടെ രാശി ചക്രത്തിൽ മിഥുനത്തിൻ്റെയും കന്നിരാശിയുടെയും ആധിപത്യമാണ് ഉള്ളത്. കാലപുരുഷന്റെ 3-ാം ഭാവവും 6-ാം ഭാവവുമാണത്. അത് ആ 3ഉം 6ഉം ഭാവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാൾ ബുദ്ധിമാനല്ലെങ്കിൽ, അനലൈസിങ് പവർ ഇല്ലെങ്കിൽ എല്ലാം വളരെ വിഷമതയിലാകും. അത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബുധൻ, ബുദ്ധിയുടെ കാരകത്വമുള്ള ബുധന് ഈ 2 ഹൗസസ്, 3rd ഹൗസ് ആൻഡ് 6th ഹൗസ് നൽകപ്പെട്ടിരിക്കുന്നത്. ബുധൻ ഏറ്റവും പ്രായോഗിക ബുദ്ധിയുടെ ഉടമയാണ്. ബുദ്ധി 2 തരത്തിലുണ്ട്. ഒന്ന് വ്യാഴത്തിൻ്റെ ബുദ്ധിയുണ്ട്, അത് ആധ്യാത്മിക ബുദ്ധിയാണ്. അത് എല്ലാത്തിനും ഉപരിയായിട്ട് വരുന്നൊരു ബുദ്ധിയാണ്. ബുധൻ അതല്ല, ബുധൻ പ്രായോഗികതയാണ്. ഈ നടക്കുന്ന നമ്മുടെ ഈ സമയത്ത് നടക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് തീരുമാനമെടുക്കാനൊക്കെ ബുധൻ്റെ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ബുധൻ നീചനാവുകയാണെങ്കിൽ ബുധൻ്റെ ഏത് ഗുണം പറയുമ്പോഴും അതിനൊരു ഓപ്പോസിറ്റ് ഗുണങ്ങളും ഉണ്ടാകും. ബുധൻ ബലവാനല്ല, ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നീചനാണെങ്കിലും ബുധൻ്റെ ഈ നമ്മൾ പറയുന്ന ഗുണങ്ങളെല്ലാം വിപരീതമായിരിക്കും. അത് നമ്മളെപ്പോഴും മനസ്സിൽ കാണണം. ബുധൻ ഇൻ്റലിജൻസിയുടെ ഒരു ഗ്രഹമാണ്. ഏത് കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധി, ഇൻ്റലിജൻസി, അത് വിവേക ബുദ്ധിയാണത്. കൂടാതെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്രഹമാണ്. കമ്മ്യൂണിക്കേഷനല്ലേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നത്. നമ്മൾ IT മേഖലയും എല്ലാം തന്നെ കമ്മ്യൂണിക്കേഷനാണ്. അവിടെ നമുക്ക് മറ്റൊന്ന് കാണാം. കാരണം ബുധനും വ്യാഴവും തമ്മിലുള്ള വ്യത്യാസം, ഈ ബുധൻ രാഹുവിൻ്റെ കൂടെ ചേർന്നാൽ അത് അതിബുദ്ധിയാണ് കാണിക്കുന്നത്. ഇത്തരം മേഖലകളിലൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാഹചര്യമാണ് ബുധനും രാഹുവും കൂടി ചേർന്ന് നല്ല സ്ഥാനത്ത് നിന്നാൽ. അതേ അവസരത്തിൽ ഈ രാഹുവും വ്യാഴവും കൂടി ചേരുമ്പോൾ അതൊരു ചണ്ഡാലയോഗമായിട്ടാണ് പറയുന്നത്. കാരണം രാഹുവിൻ്റെ സ്വഭാവങ്ങൾക്ക് വ്യാഴത്തിന് യോജിച്ചു പോകാൻ പറ്റില്ല. അതേ അവസരത്തിൽ ബുധൻ ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധിപരമായിട്ട് അതിനെ നേരിടും. ബുധൻ ലഗ്നത്തിൽ നിന്നാൽ ആയുസ്സിനെ പോലും വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. കാരണം എല്ലാ കാര്യത്തിലും വസ്തുനിഷ്ഠമായ പഠനം നടത്താനും ഒരാളുടെ ചിന്തകൾ അല്ലെങ്കിൽ അയാളുടെ ഒരു ലക്ഷ്യം നമുക്ക് അയാൾ വളരെ ദൂരത്തു നിന്ന് തന്നെ ഒരാൾ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അയാൾ വരുന്നതിൻ്റെ ഉദ്ദേശം വളരെ ദൂരത്തു നിന്ന് തന്നെ മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് ബുധൻ ബലവാനായി നിൽക്കുന്ന ഒരു ജാതകനുണ്ടാകും. അങ്ങനെ തന്നെ എല്ലാ വരായികകളും മനസ്സിലാക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ബുധൻ ലഗ്നത്തിൽ നിന്നാൽ ആയുസ്സിനെ പോലും അത് ദീർഘിപ്പിക്കും എന്ന് പറയുന്നത്.
അത് ബുധൻ എല്ലാത്തിനും ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്ന വളരെ ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റാണ്. വിറ്റി ആണ്, വളരെ തമാശകളൊക്കെ പറയും. അതുപോലെ തന്നെ 2 മുഖങ്ങളുണ്ട് ബുധന്. നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖം കൂടി ബുധൻ എന്ന ഈ ഒരു പ്ലാനറ്റിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. കൂടാതെ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ്, കോമേഴ്സ്, ഇതൊക്കെ ബുധനുമായി ബന്ധപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ സെക്ടേഴ്സ്, ബാങ്കിങ്, അങ്ങനെയുള്ള എല്ലാ സെക്ടേഴ്സും ബുധനാണ് അതിൻ്റെ സർവാധിപത്യം. നമ്മുടെ ഈ ഷെയർ മാർക്കറ്റ് ബിസിനസ്, ഇതെല്ലാം ബുധനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. കാരണം ബുധന് നമ്മൾ കാണുന്ന ഒരു നേരായ വഴിയിൽ നിന്നും സ്വല്പം വ്യതിചലിച്ചു പോയിട്ടുള്ള ധനസമ്പാദനത്തിനും ബുധൻ ഉണ്ടാകും. വ്യാഴം അങ്ങനെയില്ല. വ്യാഴം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. വ്യാഴത്തിന് ബുദ്ധി എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിച്വലാണ്. ബുധൻ അതല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാം ബുധൻ നീചമാകുന്നത് ഈ വ്യാഴത്തിൻ്റെ 12 ഈ മീനം രാശിയിലാണ് നീചമാകുന്നത്. കാരണം അവിടെ മറ്റ് ക്രോസ് കട്ടുകളൊന്നും ഇല്ലാത്തൊരു രാശിയാണത്. എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ്, എല്ലാം നമുക്ക് ഇമാൻസിപ്പേഷൻ, മോക്ഷത്തിനുള്ള ഒരു തയ്യാറെടുപ്പുള്ള രാശിയാണത്. ആ രാശിയിൽ ബുധന് ഒരു ജോലിയുമില്ല. ബുധൻ അവിടെ സൈലൻ്റാണ്. ബുധൻ നീചനാണ് അവിടെ. ബുധൻ ഉച്ചനാകുന്നത് എവിടെയാണ്? കന്നിരാശിയിലാണ്. കന്നിരാശി കാരണം കോംപ്ലിക്കേറ്റഡ് രാശിയാണത്. വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ രോഗം, നമ്മുടെ ദിനചര്യ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവനക്കാർ, ഇതൊക്കെ 6-ാം ഭാവം കൊണ്ടാണ് പറയുന്നത്. ഈ 6-ാം ഭാവത്തിലാണ് ബുധൻ ഉച്ചനായി നിൽക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നേരിടാൻ കഴിവുള്ള, അതിനെ ശുഭമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ബുധൻ. ബുധൻ 6-ൽ ഉച്ചനും, 6 കന്നിയിൽ ഉച്ചനും, 12-ൽ നീചനുമാണ്. എങ്ങനെയായാലും നീചത്വത്തിനും ബുധന്റെ നീചത്വത്തിനും പ്രത്യേകതയുണ്ട്. കാരണം അത് ബുദ്ധിയുടെ ചെറിയ ചില വ്യതിയാനങ്ങൾ കൊണ്ടാണ് അത് നീചമാകുന്നത്. ആ ബുദ്ധിയെ നമുക്ക് അതിൻ്റെ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നീചത്വം ഇല്ലാതാകും. മറ്റൊരു കാര്യങ്ങളും വേണ്ട. നമ്മുടെ 6-ാം ഭാവത്തിൽ പറയുന്ന ദിനചര്യകളിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ ബുധന്റെ നീചത്വത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഒരിക്കലും അതൊരു സ്ഥായിയായിട്ട് നിലനിൽക്കില്ല. കാരണം ബുധൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം, അതിനൊരു ചരിത്രമുണ്ട്. അതിൻ്റെ ആദ്യ ചരിത്രങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ബുധന്റെ ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ ചെറുതായി ഞാനതൊന്ന് നിങ്ങളോട് വിവരിക്കാം. കാരണം തുടക്കം തന്നെ ഒരു തരം ചാലഞ്ചിങ്ങിലാണ് ജീവിതത്തിൻ്റെ തുടക്കം. കാരണം ബുധന്റെ അമ്മ താര, അത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ബൃഹസ്പതിയുടെ, വ്യാഴത്തിൻ്റെ ഭാര്യയായിരുന്നു. പക്ഷേ ചന്ദ്രനും താരയും തമ്മിൽ അടുപ്പത്തിലായി. ചന്ദ്രൻ താരയെ കൊണ്ടുപോയി. കുറെ കാലം ചന്ദ്രന്റെ ഒപ്പം തന്നെ താര ജീവിച്ചു. ഒരുപാട് യുദ്ധങ്ങൾ അവിടെ നടന്നു. താരയെ തിരിച്ചു കൊണ്ടുവരുവാൻ ദേവന്മാരും ഒരുപാട് യുദ്ധം നടത്തി ചന്ദ്രനുമായിട്ട്. ചന്ദ്രന് ശുക്രന്റെ സഹായത്തിലും അസുര സഹായത്തിലും യുദ്ധത്തിൽ വിജയിക്കാനേ കഴിഞ്ഞു. അങ്ങനെ അവസാനം ത്രിമൂർത്തികൾ, ബ്രഹ്മാവൊക്കെ ഇടപെട്ട് ഒരു മധ്യസ്ഥം പറഞ്ഞ് താര തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ ഷി വാസ് പ്രഗ്നന്റ്. അങ്ങനെ ആ ഒരു അവസ്ഥ വന്നപ്പോൾ ബൃഹസ്പതി താരയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് കാര്യമായി ഒന്നും പറഞ്ഞില്ല. പ്രസവിച്ചപ്പോൾ ഈ കുട്ടി അതിസുന്ദരനായ ഒരു കുട്ടിയായിരുന്നു.
അതിസുന്ദരനായ വളരെ ആകർഷണ ശക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ബൃഹസ്പതിക്ക് സ്വന്തം മകനെ പോലെ കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നു. ഇതിൻ്റെ പിതൃത്വം ആരാണെന്ന് അറിയണം. അത് അറിയണമെന്നുള്ള കാര്യത്തിൽ ഈ പ്രസവിച്ച കുട്ടി തന്നെ നിർബന്ധിച്ചു. അവസാനം അത് ചന്ദ്രനാണെന്ന് അറിഞ്ഞപ്പോൾ ബൃഹസ്പതിക്ക് അതിശക്തമായ ദേഷ്യം വരികയും ബൃഹസ്പതി ഈ കുട്ടിയെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുതരം ഈനക്, അല്ലെങ്കിൽ ആണും പെണ്ണുമല്ലാത്ത ആണാകാം, അത് പെണ്ണാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെയുള്ള ഒരു ജന്മമായിട്ട് ഈ ബുധനെ മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ ബുധന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ എങ്ങനെ ബുധൻ അതിജീവിച്ചു? അങ്ങനെ തന്നെ ആയിരിക്കണം ബുധനീചത്തെ നമ്മൾ സമീപിക്കേണ്ടത്. ബുധൻ തൻ്റെ ബുദ്ധി കൊണ്ട്, തൻ്റെ ഊർജ്ജസ്വലത കൊണ്ട് വളരെ സ്പീഡിയാണ്. എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ തന്നെ വിദ്യ അഭ്യസിക്കാനും ഈസ് എ മെസ്സഞ്ചർ, ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു മെസ്സഞ്ചറായിട്ട് പോലും ബുധനെ കാണുന്നുണ്ട്. സ്പീഡാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ പഠിച്ച് വളരെ പ്രശസ്തനായി എല്ലാവർക്കും സന്തോഷം ജനിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി ഈ ബുധൻ മാറി. ഇതിൽ സന്തോഷിച്ച ബ്രഹ്മാവ് ബുധന് ഈ നമ്മുടെ പ്ലാനറ്ററി ഈ സിസ്റ്റത്തിൽ, നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ ഒരു സ്ഥാനം, ഒരു ഒരു പ്ലാനറ്ററി പൊസിഷൻ കൊടുത്തു. അതാണ് 3-ന്റെയും 6-ന്റെയും ആധിപത്യം വഹിച്ചുകൊണ്ട് യുവരാജാവെന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ ബുധൻ സ്ഥാനം പിടിച്ചത്. അപ്പോൾ അതുവരെ ബുധൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. കാരണം ഈ സെക്സ്, 2 തരം സെക്സാണ് ബുധന്, ഫീമെയിൽ ആൻഡ് മെയിൽ. അതൊരു വല്ലാത്തൊരു പ്രതിഭാസമല്ലേ. ആദ്യം അത് ഉണ്ടായിരുന്നില്ല. അത് ആ ഒരു കഴിവ് കൂടി ആഗ്രഹിക്കുന്ന സമയത്ത് ഏതൊരു സെക്സാണോ ആഗ്രഹിക്കുന്നത്, ഏതൊരു രൂപം, പുരുഷനാകണോ അല്ല സ്ത്രീ ആകണോ, അത് ബുധൻ്റെ ഒരു ചോയ്സിൽ ജീവിക്കാനുള്ള ഒരു അവസരം ബ്രഹ്മാവ് കൊടുത്തു എന്നും പറയുന്നുണ്ട്. ശപിച്ച ബൃഹസ്പതി തന്നെ അതിനൊരു ശാപമോഷം കൊടുത്തു എന്നും പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ തന്നെ ബുധൻ ഒരു ഭാര്യയെ കണ്ടെത്തുന്നു. ഓൾമോസ്റ്റ് ഈ സിമിലർ പ്രശ്നങ്ങളുള്ള ഇള എന്ന ഒരു സ്ത്രീയും പുരുഷനുമാണത്. ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണ് വളരെ പ്രശസ്തനായ ചന്ദ്രവംശത്തിൻ്റെ സ്ഥാപകനായ പുരൂരവസ് എന്ന പ്രശസ്തനായ രാജാവ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു പരമ്പര തന്നെ, ഇത്രയും വിഷമിച്ച് ജീവിച്ച് വളർന്ന് വന്ന ബുധന് പുരുവംശത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചന്ദ്രവംശത്തിൻ്റെ സ്ഥാപകനായ പുരൂരവസിൻ്റെ പിതാവാകാനും കഴിഞ്ഞു. അധ്വാനം, ബുദ്ധി, സ്ഥിരോത്സാഹം, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഏത് നീചത്വത്തെയും ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ. ഏറ്റെടുക്കുന്ന ഹൗസുകൾ, 6th ഹൗസ്, 3rd ഹൗസ്, രണ്ടും ചാലഞ്ചിങ്ങിൻ്റെ ഹൗസുകളാണ്. അതാണ് ബുധൻ ഏറ്റെടുക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ രാശിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാശിയായി മാറ്റുന്നു. മൂന്നാം ഭാവം, 3ാം രാശി, അത് നമ്മുടെ എല്ലാ ധൈര്യത്തിൻ്റെയും സ്ഥൈര്യത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഒക്കെ രാശിയാണത്. അത് ഉപജയരാശിയാണ്. 3ഉം 6ഉം 10ഉം 11ഉം ഉപജയരാശികളാണ്. ആ 3ഉം 6ഉം ബുധൻ്റെ കൈവശമാണുള്ളത്. ബുധനാണ് അതിനെയൊക്കെ നോക്കുന്നത്. അതൊക്കെ സക്സസ്ഫുൾ ആക്കാനുള്ള കഴിവും ബുധനേ ഉള്ളൂ. കാരണം ബുദ്ധിയാണ് എല്ലാത്തിൻ്റെയും ഫണ്ടമെൻ്റൽ. ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേരിടാൻ കഴിയും.
അതിൻ്റെ ഒരു പ്രതീകമാണ് ബുധൻ. ബുധൻ ഒരു ജാതകത്തിൽ നല്ല സ്ഥാനങ്ങൾ, ബുധൻ ഏറ്റവും നല്ലൊരു സ്ഥാനം എന്ന് പറയുന്നത് 7-ാം ഭാവം, ലഗ്നം, 4-ാം ഭാവം, ഇതൊക്കെയാണ് ബുധന്റെ വളരെ അനുകൂലമായ ഭാവങ്ങൾ. എന്നാലും അഷ്ടമത്തിലും 6-ലും 12-ലും ഒക്കെ ബുധൻ നിന്നാൽ ബുധന് മറ്റ് ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ ബുധൻ വളരെ നല്ല ഗുണങ്ങൾ ചെയ്തു തരും. മറ്റ് ഗ്രഹങ്ങളെ പോലെയല്ല. ഈ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന ബുധൻ നമുക്ക് ഒരുപാട് പല നിഗൂഢമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും, നമുക്ക് ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കുന്ന കഴിവുകൾ, നല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല ജോലി കിട്ടാനും, അല്ലെങ്കിൽ നല്ല നീതിജ്ഞനാകാനും, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. അത് അഷ്ടമത്തിൻ്റെ ദോഷം പരിഹരിക്കാനും ബുധൻ്റെ ബുദ്ധി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ 6-ാം ഭാവത്തിൻ്റെ ദോഷവും എല്ലാ ഭാവങ്ങളുടെ ദോഷവും ബുധൻ പരിഹരിക്കും, പ്രൊവൈഡഡ് ബുധൻ ബലവാനായിരിക്കണം. ബുധൻ്റെ ഒരു സ്വഭാവ ദോഷം ഏത് ആൾക്കാരോട് കൂടി നിൽക്കുന്നുവോ ആ ആൾക്കാരുമായി അങ്ങോട്ട് യോജിക്കും. അത് കള്ളനാണെങ്കിൽ കള്ള സ്വഭാവം കാണിച്ചു കളയും, നീചനാണെങ്കിൽ നീച സ്വഭാവം കാണിക്കും, നല്ല ഒരാളാണെങ്കിൽ നല്ല തരത്തിലുള്ള സ്വഭാവവും കാണിക്കും. അതാണ് ഈ ഒരു പ്രാക്ടിക്കൽ മൈൻഡാണ് എന്ന് പറയാം, പക്ഷെ അതൊരു ദോഷമായിട്ടും നമ്മൾ കാണണം. അതാണ് ഈ ബുധൻ്റെ നീചത്വം വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം അയാൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുകയില്ല. കൂടുതലായിട്ടും തെറ്റുകാരോട് യോജിച്ചു പോകാനുള്ള ഒരു സ്വഭാവമായിരിക്കും നീച ബുധൻ ഉള്ള ആൾക്കാരുടേത്. അത് നമ്മൾ മനസ്സിലാക്കണം. നീചനാണെങ്കിൽ എപ്പോഴും നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുക. എന്നിട്ട് നമ്മളെ സംസാരം എല്ലാം തെറ്റിപ്പോകും. നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് എതിരാളികളാകും, നമ്മളെ ബന്ധുക്കൾ തികച്ചും എതിരാളികളാകും. അതൊക്കെ ബുധൻ്റെ നീചത്വത്തിൽ വരുന്നതാണ്. അപ്പം ഈ ഒരു നീചത്വത്തെ നമ്മൾ പരിഹരിക്കാൻ എന്താണ് വഴി? നമ്മൾ യഥാർത്ഥത്തിൽ ഈ ബുധൻ്റെ നീചത്വത്തിന് ചില വഴികൾ പറയുന്നുണ്ട്. ദക്ഷിണാമൂർത്തി ശിവന്റെ ഒരു സങ്കല്പമാണത്. അത് ആ മൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥന നടത്തുന്നത് ഒരു വഴിയാണ് ബുധൻ്റെ നീചത്വത്തെ ഇല്ലാതാക്കാൻ. പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ബുധനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നേരെയാക്കാൻ ബുദ്ധി കൊണ്ട്, പഠനം കൊണ്ട്, റിസേർച്ച് കൊണ്ട് നമുക്ക് കഴിയും എന്നാണ് ഈ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ബുധൻ ശക്തനല്ലെങ്കിൽ അത്തരമൊരു മേഖല നമ്മൾ സൃഷ്ടിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖലയിൽ നമ്മളെ ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങൾ നമ്മൾ ചെലവഴിക്കുക. എവിടെയെങ്കിലും നല്ല ഒരു സാധാരണക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെ പല വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ യോജിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങൾ പഠിക്കാനും ചർച്ച ചെയ്യാനും അങ്ങനെയുള്ളൊരു വേദികളൊക്കെ സൃഷ്ടിച്ചാൽ ബുധൻ്റെ നീചത്വം തികച്ചും ഇല്ലാതാകും. എപ്പോഴും നമ്മുടെ ബുദ്ധിയെ ഫ്രഷ് ആക്കുക, ഷാർപ്പൻ ചെയ്യുക. എന്നാൽ ബുധൻ അതിൻ്റെ നീചത്വത്തെ ഒഴിവാക്കി നമുക്ക് അത് ബ്ലെസ്സിങ്സ് തരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ചെയ്യേണ്ടത് ബുധനീചത്വത്തിന് അമ്പലങ്ങളിൽ പോകുന്നതിന് പകരമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വിദ്യക്കും ബുദ്ധിക്കും ശക്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്താൽ ബുധനീചത്വം ഇല്ലാതാകും. റിസർച്ച് മേഖലകളും എല്ലാം അങ്ങനെയുള്ള മേഖലകൾ നമ്മൾ
മുഴുകുക, അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ സമയം ചെലവഴിക്കുക. അതിൻ്റെ ഫലങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അത് നമുക്ക് ഫലം കിട്ടാതിരിക്കില്ല. നീചത്വം പോകുമ്പോൾ അതിൻ്റെ ശുഭത്വം നമ്മൾക്ക് വരും. ഒരു ഗ്രഹവും നീചമായ നമ്മളെ ദോഷഫലങ്ങൾ തരുമെന്ന് പറയുന്നത്, നീചത്വം യഥാർത്ഥത്തിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് നീചത്വമാണ് ബ്ലെസ്സിങ്. ഉച്ചത്വം ആക്ച്വലി, ഉച്ചം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ട്, ആ ഉണ്ട് എന്നുള്ള ഒരു ബോധം കൊണ്ട് നമുക്ക് ഈഗോ സംഭവിക്കും. ഈഗോ കൊണ്ട് നമുക്ക് അതിൽ ദോഷങ്ങളും സംഭവിക്കും. നീചത്വം അതല്ല, നമുക്കൊരു ഗൈഡൻസ് ആണ്. ദൈവം അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗൈഡൻസ് ആണ്. നീ ഇങ്ങനെ പോകൂ, നിനക്ക് ഇങ്ങനെയുള്ള വരായികകളൊക്കെ ഉണ്ട്, അപ്പോൾ നീ പെരുമാറൂ, നീ അതിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകൂ. അങ്ങനെ കൊണ്ടുപോയാൽ നീചത്വം ഏത് ഗ്രഹത്തിൻ്റെതും അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ കർമ്മം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. ബുധൻ്റെ നീചത്വം പരിഹരിക്കാൻ ബുദ്ധിപരമായ കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുക മാത്രമാണ് വേണ്ടത്. ബുധൻ നീചനാകുമ്പോൾ അസുഖങ്ങളൊക്കെ വരും. നമ്മളെ ഈ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത് ബുധനീചത്വം കൊണ്ടാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ആൾക്കാരുമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ അത് കൈകാര്യം ചെയ്ത് പഠിക്കണം. കാര്യമായിട്ട് ഈ നീചത്വമൊക്കെ വന്നാൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾ വഷളാക്കാൻ ശ്രമിക്കരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഏറ്റവും നല്ലത്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, എമംഗ് ദ ആർഗ്യുമെന്റ്സ് ഐ ആം സൈലൻസ്. അതാണ് ബുധനീചത്വത്തിന് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ നീചത്വം ഇല്ലാതാകും. പിന്നെ ഈ നീചനായിട്ടുള്ള ബുധൻ വരുമ്പോൾ ഈ സ്കിൻ ഡിസീസസ്, നമ്മളെ സ്മെല്ലിങ്ങിനൊക്കെയുള്ള പ്രശ്നം, ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്കൊരു ഡോക്ടറെ സമീപിച്ചിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്താൽ മതി. എങ്ങനെയായാലും ബുധൻ ഒരു പ്രായോഗിക ബുദ്ധിയുടെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഗ്രഹമാണ്. അതിനെ നമ്മൾ പരിപാലിക്കണം, പോഷിപ്പിക്കണം. ജീവിതം വിജയത്തിലേക്ക് എങ്ങനെയായാലും കൊണ്ടുപോകാൻ സാധിക്കും. ബുധൻ്റെ ഒരു ദോഷം കൊണ്ട് നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. ആ ദോഷം അറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി. കൂടുതലായി ഒന്നും പറയുന്നില്ല. തൽക്കാലം ഇത്രമാത്രം. ബൈ.